ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുധീഷിൻ്റെ ഒപ്പം നിധി ഇൻ്റർവ്യൂക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് സുധീഷാണെങ്കിൽ വല്ലാത്ത സന്തോഷത്തിലാണ്. നിധിയെ ഒറ്റയ്ക്ക് കിട്ടുന്ന നിമിഷമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ വല്ലാത്ത സന്തോഷത്തിലാണ്. ആ സമയത്താണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, മോളെ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാമെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നിധി പറയുന്നത്, വേണ്ട ഏട്ടനും ജോലി ഉണ്ടെങ്കിൽ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് പറയുന്നത്, ഇല്ല ഞാനും വരാം മോളെ, ഞാൻ എന്നിട്ട് നിന്നെ വിട്ടിട്ട് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് പോവല്ല, ഇൻ്റർവ്യൂക്ക് പോകുന്ന സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് പോവല്ലേ, എന്തായാലും ഞാൻ നിന്നെ ആ സ്ഥലത്താക്കി ഞാൻ ജോലിക്ക് പോയിക്കോളാം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും കാറിൽ നമ്മുടെ സുഭാഷ് ഏട്ടനും സുധീഷും നിധിയും കൂടി ഇൻ്റർവ്യൂക്ക് പോണ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്തായാലും മോളെ നമുക്കൊന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഏട്ടാ, ഞാനും മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ ഒന്ന് അമ്പലത്തിൽ തൊഴുകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് അവർ നേരെ ഇൻ്റർവ്യൂ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇൻ്റർവ്യൂക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോവാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സുധീഷ് പറയുന്നത്, വേണ്ട ഏട്ടോ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടാക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ കഴിയേണ്ട എന്തായാലും നമ്മുടെ നിധിക്കാണെങ്കിൽ സെലക്ഷൻ കിട്ടുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോഴേക്കും വരാൻ പറയുന്നുണ്ട്. നിധിക്കും വേറൊരു ചെക്കനും കൂടിയാണ് സെലക്ഷൻ കിട്ടുന്നത്. നാളെ 3rd റൗണ്ടാണ്. അതിൽ ആരാ സെലക്ട് ആവുന്നത് അവരായിരിക്കും. അതിൽ നാളെ കാര്യമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്, അല്ലാതെ സാലറി എത്രയെന്നൊക്കെ പറയാനൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിധിക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. നിധി പുറത്ത് വന്നിട്ട് സുധീഷിനോട് പറയുന്നത്, എനിക്ക് എന്തായാലും ജോലി കിട്ടിയ പോലെയാണ് 99% കിട്ടും എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ സുധീഷ് കേൾക്കുമ്പോൾ നിധിനെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നത്, നിങ്ങൾ എന്താ കാണിക്കണമെന്ന് പറയുന്നത്. ആ സമയത്ത് നിധിയോട് സുധീഷ് പറയുന്നുണ്ട്, നീ നിൻ്റെ ഫ്രണ്ട്സിനോട് ഹഗ് ചെയ്യില്ല, അതുപോലെ ഒന്ന് കരുതിയാൽ മതി, നീ എന്നെ ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് കരുതിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധിയാണെങ്കിൽ സമ്മതിച്ചിട്ട് എന്തായാലും ഹഗ് ചെയ്യുന്നുണ്ട്, രണ്ടാളും കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സുനന്ദ സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ ഇങ്ങനെ സുനന്ദയെ പറ്റി ആലോചിച്ചിരിക്കേണ്ട ഉപ്പേരിയൊക്കെ ഇങ്ങനെ ഓരോന്നും കാണിക്കുമ്പോൾ വളമ്പണ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ സുനന്ദയെ പറ്റി ഇങ്ങനെ ആലോചിക്കേണ്ടത്. ആ സമയത്ത് സുനന്ദ കയറി വരുന്നുണ്ട്. എന്നിട്ട് സുനന്ദ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഞാൻ അവസാനമായിട്ട് യാത്ര പറയാൻ വന്നതാണ്, ഇനി ഞാൻ ഒരിക്കലും വരില്ല, ഞാൻ പോവുകയാണ്, അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഇനി നമ്മൾ തമ്മിൽ കാണില്ല, ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് സുഭാഷ് ഏട്ടൻ എന്ന് വിളിക്കാൻ ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടന് വല്ലാത്ത വിഷമാവുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.